ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ടു ആൾ. മോർണിംഗ് ടീയിലേക്ക് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്ഥിരമായി നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് അതിനെ നമ്മൾ വിശകലനം ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് ഒരു അടിപൊളി ക്വസ്റ്റ്യനുമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ചോദ്യം, പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ ശക്തി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതാണ് ചോദ്യം. ഓപ്പറേഷൻ ശക്തി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശക്തിയുടെ അടിയിൽ ഞാൻ അങ്ങ് വരച്ചു, ഓപ്പറേഷൻ ശക്തി. നോക്കൂ, ഓപ്ഷൻ എ, സിയാച്ചിനിൽ നടന്ന സൈനിക നടപടി. ഇതാണ് ഓപ്ഷൻ എ. സിയാച്ചിനിൽ നടന്ന സൈനിക നടപടി അല്ല. സിയാച്ചിനിൽ നടന്ന സൈനിക നടപടിയുടെ പേര് മനസ്സിൽ വരുന്നുണ്ടോ? സിയാച്ചിനിൽ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ മേഘദൂത് എന്നാണ്. എന്താ അതിൻ്റെ പേര്? ഓപ്പറേഷൻ മേഘദൂത്. നമുക്ക് പറയാം അതിനെപ്പറ്റി. അടുത്ത ബി നോക്കൂ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് വേണ്ട, അത് റോങ് ആണ്, റോങ് ആൻസർ ആണ്. ബി നോക്കാം. ഇന്ത്യ ശ്രീലങ്കയിൽ നടത്തിയ സൈനിക നടപടി. ഇന്ത്യ എന്താണ്? ശ്രീലങ്കയിൽ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ ശക്തിയാണോ? അല്ല. അതിൻ്റെ പേര് ഓപ്പറേഷൻ പവൻ എന്നാണ്. ഓപ്പറേഷൻ പവൻ രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. പറയാം നമുക്കത്. മൂന്നാമത്തെ നോക്കൂ, പൊക്രാനിൽ നടത്തിയ ആണവ പരീക്ഷണം. പൊക്രാൻ, ഇന്ത്യ നടത്തിയ ആണവ പരീക്ഷണം ആണോ ഓപ്പറേഷൻ ശക്തി? ആണല്ലോ. അതാണ് കറക്റ്റ് ആൻസർ, അല്ലേ? അപ്പോൾ ഓപ്പറേഷൻ ശക്തി എന്ന് പറഞ്ഞാൽ പൊക്രാനിൽ ഇന്ത്യ നടത്തിയ ആണവ പരീക്ഷണത്തിന് പറയുന്ന പേരാണ് ഏത്? ഓപ്പറേഷൻ ശക്തി. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് നോക്കിക്കൊള്ളൂ, ഡി ആൻസർ. ഇപ്പൊ ഇവിടെ നമുക്കത് തെറ്റാണ്. അപ്പോൾ ഡി, പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് എന്നാണ് ഇവിടെ പറയുന്നത്. പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നടപടിയാണോ ഓപ്പറേഷൻ ശക്തി? അല്ലല്ലോ. നമുക്കിവിടെ ആൻസർ കിട്ടി. അപ്പോൾ പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ എന്നാണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നു ബ്ലൂ സ്റ്റാർ. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നും ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ എന്നും പറയും. അപ്പൊ 4 ഓപ്പറേഷൻ നമുക്ക് കിട്ടി, അല്ലെ? സിയാച്ചിനിൽ ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ മേഘദൂത്. ശ്രീലങ്കയിൽ ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ പവൻ എന്നാണ്. പൊക്രാനിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ശക്തി എന്നാണ്. പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അഥവാ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ ശരി ഓപ്ഷൻ നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പൊക്രാൻ, ഇന്ത്യ ആണവ പരീക്ഷണം നടത്തുന്ന സ്ഥലമാണ് രാജസ്ഥാനിലെ പൊക്രാൻ. എല്ലാവർക്കും അറിയാം, അതിൽ സംശയമൊന്നുമില്ല. രാജസ്ഥാനിലെ പൊക്രാൻ ആണവ പരീക്ഷണം എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? ആണവ പരീക്ഷണം, അണു പരീക്ഷണം എന്നും പറയും. ആണവ പരീക്ഷണം. അപ്പൊ അവിടുത്തെ ചോദ്യം, ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയത് എപ്പോഴാണ്? ഏത് വർഷമാണ് ഇന്ത്യ ആദ്യമായിട്ട് ആണവ പരീക്ഷണം നടത്തിയത്? ഒന്ന് മനസ്സിലാക്കി കൊണ്ടുവരൂ. 1974. 1974 മെയ് മാസം 18-ാം തീയതിയാണ് ഇന്ത്യ ആദ്യമായിട്ട് ആണവ പരീക്ഷണം നടത്തിയത്. ഇന്ത്യ ഒരു ആണവ ശക്തിയാണ് എന്ന് ലോകത്തെ വെളിപ്പെടുത്തുന്നത് 1974 മെയ് മാസം 18-ാം തീയതിയാണ്. ഈ മെയ് 18 എന്ന് പറയുന്നത് ഒരു ബുദ്ധ പൂർണിമാ ദിനമാണ്, ബുദ്ധന്റെ ജന്മദിനമാണ്. അതുകൊണ്ട് നമ്മൾ ഈ മെയ് 18 ആ ദിവസം, നമ്മളിത് പ്രഖ്യാപിച്ച ഈ ദിവസത്തെ അല്ലെങ്കിൽ ഈ സംഭവത്തെ നമ്മൾ അന്ന് വിളിച്ചത് ഒരു രഹസ്യ കോഡുണ്ട്.
ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ്. ബുദ്ധ സ്മൈൽസ് എന്നാണ്. ബുദ്ധൻ ചിരിക്കുന്നു. ബുദ്ധൻ ചിരിക്കുന്നു. അപ്പൊ ഇതോടുകൂടി നമ്മൾ ബോധ്യപ്പെടുത്തിയ ലോകത്തെ ഇന്ത്യ എന്താണ്? ഒരു ആണവ ശക്തിയാണ്. അന്ന് ആണവ ശക്തികൾ ഇന്ത്യ എന്ന് പറയുന്നത് 4ാമത്തെ എന്തോ ശക്തിയാണെന്ന് തോന്നുന്നു. ഏത്? 1974 രണ്ടാമതും ഇന്ത്യ ആണവ പരീക്ഷണം നടത്തുന്നു. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ അവിടെ സൂചിപ്പിക്കാനുണ്ട്. ഈ 1ാമത്തെ ആണവ പരീക്ഷണം നടത്തിയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ ഇന്ത്യ ആദ്യമായിട്ട് ആണവ പരീക്ഷണം നടത്തുമ്പോൾ പ്രൈം മിനിസ്റ്ററുടെ പേര് ഇന്ദിരാഗാന്ധി. 1974 മെയ് 18. ഈ 1ാമത്തെ ആണവ പരീക്ഷണത്തിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ രാജ രാമണ്ണയാണ്. ഹെഡ് ചെയ്തത് ആരാണ്? ഡോക്ടർ രാജ രാമണ്ണ. അപ്പൊ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ ആണവ പരീക്ഷണത്തിന്റെ പിതാവ് എന്താണ്? ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജാരാമൻ. ഓക്കെ, അത് ഫസ്റ്റ് ഘട്ടം. രണ്ടാമതും ഇന്ത്യ ആണവ പരീക്ഷണം നടത്തുന്നു. ഇയർ ഒന്ന് മനസ്സിൽ കൊണ്ടുപോവാ. 1998. അതും ഏത് മാസം തന്നെയാണ്? മെയ് മാസം തന്നെയാണ്. മെയ് മാസം 11-ാം തീയതിയും 13-ാം തീയതിയുമാണ് 2ാം ഘട്ടത്തിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തുന്നത്. 2ാം ഘട്ടത്തിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി AB വാജ്പേയി ആണ്. ആദ്യത്തെ BJP-കാരനായ പ്രധാനമന്ത്രി ഇന്ത്യയുടെ. ആരാണ്? AB വാജ്പേയി. അപ്പൊ 2ാം ഘട്ടം ആണവ പരീക്ഷണം നടക്കുന്നത് 1998 മെയ് മാസം 11-ഉം 13-ഉമാണ്. ഈ 2ാം ഘട്ട പരീക്ഷണത്തിന്റെ രഹസ്യ കോഡാണ് ഓപ്പറേഷൻ ശക്തി. മനസ്സിലായോ? ഇതാണ് പൊക്രാനിൽ ഇന്ത്യ 2ാമതും ആണവ പരീക്ഷണം നടത്തിയതിന്റെ കോഡ്. ഏതാണ്? ഓപ്പറേഷൻ ശക്തി. വാജ്പേയി അതിനെ ഒരു കോഡും കൂടെ കൊടുത്തു. ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. ബുദ്ധ സ്മൈൽസ് അഗൈൻ. എന്നാൽ ഒഫീഷ്യൽ കോഡ് ഇതാണ്. ഏതാണ്? ഓപ്പറേഷൻ ശക്തി. കിട്ടിയല്ലോ? ഓക്കെ ആണേ. അപ്പോൾ ഇന്ത്യ ഇന്ന് നിലവിൽ എന്താണ്? ഒരു ആണവ പവർ ഉള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. യെസ്, ഓക്കെ. ഇനി വേറൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ബ്രൗൺ എനർജി എന്നറിയപ്പെടുന്നത് ഏതാണ്? ആണവ ഊർജമാണ്. ബ്രൗൺ എനർജി എന്നറിയപ്പെടുന്നതും ആണവോർജമാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. സിയാച്ചിനിൽ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ മേഘദൂത്. ഓപ്പറേഷൻ മേഘദൂതിന്റെ വർഷം 1984. ഓപ്പറേഷൻ മേഘദൂത് നടക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആര് തന്നെയാണ്? ഇന്ദിരാഗാന്ധി തന്നെയാണ്. ഇന്ദിരാഗാന്ധി. എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിയാച്ചിൻ, അതായത് തന്ത്രപ്രധാനമായ ഇന്ത്യയുടെ സ്ഥലമാണ് സിയാച്ചിൻ. ഈ സ്ഥലം സിയാച്ചിൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പാകിസ്ഥാൻ ആർമി വരുന്നു. ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യുന്നു? തിരിച്ച് ആക്രമിക്കാൻ പറയുന്നു. അപ്പൊ ഇന്ത്യൻ സേന പാകിസ്ഥാൻ സേനയെ ഓടിച്ച ആ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ മേഘദൂത്. അത് എപ്പോഴാണ്? 1984 ഓപ്പറേഷൻ മേഘദൂത് നടന്നത്. അല്ലെ? സിയാച്ചിനെ പറ്റി നമുക്കറിയാം അല്ലെ? അതായത് ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തെ ഒരു പർവ്വത നിരയുണ്ടല്ലോ, കാറക്കോറം പർവ്വതനിരയിലാണ് സിയാച്ചിൻ എന്ന് പറയുന്ന ഈ മേഖല. ഈ മഞ്ഞ് മൂടി കിടക്കുന്ന ഈ മേഖല എത്രയോ കിലോമീറ്റർ വീതിയും അതോടൊപ്പം തന്നെ നീളവും ഉള്ളൊരു മേഖലയാണ് ഈ സിയാച്ചിൻ എന്ന് പറയുന്നത്. അല്ലെ? സിയാച്ചിൻ എന്ന വാക്കിന്റെ അർത്ഥം റോസാപ്പൂക്കൾ സുലഭം എന്നാണ്. സിയാച്ചിൻ അറിയപ്പെടുന്നത് 3-ാം ധ്രുവം എന്നാണ്. അതായത് ഉത്തര ധ്രുവം, ദക്ഷിണ ധ്രുവം. അത് കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശമാണ് സിയാച്ചിൻ. അതുകൊണ്ട് സിയാച്ചിൻ അറിയപ്പെടുന്നത് എന്താണ്? 3-ാം ധ്രുവം എന്നാണ്. സിയാച്ചിൽ നിന്നും ഒരു നദി ഉത്ഭവിക്കുന്നുണ്ട്. ആ നദിയുടെ പേര് നൂബ്ര എന്നാണ്. സിയാച്ചിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയുടെ പേര് നൂബ്ര. ഈ നൂബ്ര നദി ചെന്ന് പതിക്കുന്നത് ഷ്യോക്ക് എന്ന് പറയുന്ന നദിയിലാണ്. സിയാച്ചിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി നൂബ്രയാണ്. നൂബ്ര ചെന്ന് പതിക്കുന്നത് ഷ്യോക്ക് എന്ന നദിയിലാണ്. ഈ ഷ്യോക്ക് എന്ന നദിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിന്ധു നദിയുടെ പോഷക നദിയാണ്. സിന്ധു നദിയുടെ പോഷക നദിയാണ് ഏത്? ഷ്യോക്ക്. ഷ്യോക്കിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മരണത്തിന്റെ നദി എന്നറിയപ്പെടുന്നതും ഷ്യോക്കാണ്. മരണത്തിന്റെ നദി എന്നറിയപ്പെടുന്നതും ഷ്യോക്കാണ്. പക്ഷെ നമ്മൾ സിന്ധു നദിയുടെ പോഷക നദികൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും 5 നദികളെയാണ് പഠിക്കുന്നത് അല്ലെ? സിന്ധുവിന്റെ പോഷക നദി പറയുമ്പോൾ നമ്മൾ 5 പേരെ പറയുന്നു. ഏതൊക്കെയാണ്? അതിന് നമുക്കൊരു കോഡുണ്ട് കേട്ടോ. JCBRS എന്നാണ് സിന്ധുവിന്റെ പോഷക നദികളുടെ കോഡ്. JCBRS. ചലം അല്ലെ? ജെ എന്ന് പറഞ്ഞാൽ ചലം, സി എന്ന് പറഞ്ഞാൽ എന്താ? ചിനാബ്,
ബി എന്ന് പറഞ്ഞാൽ ബിയാസ്, ആർ എന്ന് പറഞ്ഞാൽ രവി, എസ് എന്ന് പറഞ്ഞാൽ സത്ലജ്. അപ്പോ JCBRS സിന്ധുവിന്റെ പോഷക നദികൾ. എന്നാൽ സിന്ധുവിന് വേറെയും ധാരാളം പോഷക നദികളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഷ്യോക്ക് എന്ന് പറയുന്നത്. മരണത്തിന്റെ നദി എന്ന് പറയാൻ കാരണമുണ്ട്. അപ്രതീക്ഷിതമായി വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു ഹിമാലയൻ നദിയാണ് ഷ്യോക്ക്. അപ്പോൾ ഇത്രയെങ്കിലും ആയിരക്കണക്കിന് ആളുകൾ അപ്രതീക്ഷിതമായി വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ കുളിക്കാൻ ഇറങ്ങുകയോ അല്ലെങ്കിൽ കാലുകളെ കഴുകാൻ ഇറങ്ങുകയോ അല്ലെങ്കിൽ തുണി നനയ്ക്കാൻ ഇറങ്ങുകയോ എന്തെങ്കിലും ഈ നദിയിൽ ഇറങ്ങുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. എടുത്തുകൊണ്ട് നേരെ എവിടേക്ക് പോകുന്നു? 10 15 അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനകത്ത് നേരെ അറബിക്കടലിലെത്തുകയും ചെയ്യുന്നു, അല്ലേ? അതുകൊണ്ടാണ് ഇതിനെ ഷ്യോക്കിനെ മരണത്തിന്റെ നദി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് സിയാച്ചിൻ എന്ന് പറയുന്നത്. അപ്പൊ സിയാച്ചിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? റീക്യാപ്ചർ ചെയ്യുന്നു, പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നു. ആ ഓപ്പറേഷന്റെ പേരാണ് ഏത്? മേഘദൂത്. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമാണ്. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ സിയാച്ചിനെ പറ്റി വളരെ ചുരുക്കം കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അടുത്ത ശ്രീലങ്കയിൽ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പവൻ എന്ന് പറയുന്നത്. എന്താ ഓപ്പറേഷൻ പവൻ എന്ന് പറഞ്ഞാൽ? അതായത് ഇത്തിരി പഴയ കാര്യമാണ് കേട്ടോ. പണ്ട് ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വേലുപ്പിള്ള പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു തമിഴ് വംശജൻ ഉണ്ടായിരുന്നു. അതായത് ശ്രീലങ്ക നമുക്കറിയാം, ശ്രീലങ്കയിൽ ന്യൂനപക്ഷമാണ് അവിടുത്തെ തമിഴ് വർഗ്ഗക്കാര്, അല്ലെ? ഭൂരിപക്ഷം എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ തന്നെയുള്ള സിംഹളർ എന്ന് പറയും, അവരാണ് ഭൂരിപക്ഷം. ന്യൂനപക്ഷക്കാർ അവിടുത്തെ തമിഴന്മാരാണ്. മോശമൊന്നുമല്ല, അവര് ഏതാണ്ട് ഒരു 30% എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, എൻ്റെ അറിവാണ് കേട്ടോ. എന്തായാലും ന്യൂനപക്ഷമാണ് അവര്. അപ്പോ ഈ സിംഹളര് തമിഴര് സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ എന്ത് ചെയ്യും? അടിച്ചമർത്തും. അങ്ങനെ എത്രയോ കാലങ്ങളായിട്ട് ഈ സിംഹളര് അവിടുത്തെ തമിഴന്മാരെ അടിച്ചമർത്തുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടും ഈ തമിഴ് വംശജരുടെ ഇടയിൽ നിന്നും ചില സംഘടനകൾ രൂപം കൊണ്ടു. സംഘടനകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എതിർക്കുന്ന സംഘടനകളാണ്, തീവ്രവാദ സംഘടന എന്ന് പറയാം. അങ്ങനത്തെ ഒരു തീവ്രവാദ സംഘടനയാണ് വേലുപ്പിള്ള പ്രഭാകരൻ രൂപീകരിച്ചത്. ഈ വേലുപ്പിള്ള പ്രഭാകരൻ ചെയ്യുന്നത് അവിടെ എവിടെയായിട്ട് ബോംബ് പൊട്ടിച്ച് ആൾക്കാരെ കൊല്ലുക, സ്കൂൾ വിദ്യാർത്ഥികളെ കൊല്ലുക, ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ ആൾക്കാരെ കൊല്ലുക. ഇന്ത്യക്കാരോടും ഈ വേലുപ്പിള്ള പ്രഭാകരന് ഇത്തിരി കലിപ്പുണ്ടെന്ന് പറയാം. കാരണം ഇന്ത്യ ഈ തമിഴരെ ഒതുക്കുന്നതിന് വേണ്ടി ശ്രീലങ്കൻ സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരം അവിടേക്ക് സേനയെ അയച്ചിട്ടുണ്ട്. ആ സേന, ഇന്ത്യൻ സേന അവിടെ ഉണ്ടായിരുന്നു കുറെ കാലം. അങ്ങനെ ഈ സേന അവിടെ നടത്തിയ സൈനിക ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ പവൻ എന്ന് പറയുന്നത്. അവസാനം രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ഈ ഓപ്പറേഷൻ പവന് വേണ്ടി സേനയെ അങ്ങോട്ട് വിട്ടുകൊടുത്തത്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത്. കാലം കുറെ കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ വിഡ്രോ ചെയ്തു. ആ സേനയെ തിരിച്ചു വിളിക്കുന്നു. പിന്നെ തിരിച്ചു വിളിച്ചതിന് ശേഷം വീണ്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി. അവസാനം വേലുപ്പിള്ള പ്രഭാകരനെ എന്ത് ചെയ്തു? തമിഴ് സേന പിടികൂടി വധിച്ചു കളഞ്ഞു. വേലുപ്പിള്ള പ്രഭാകരന്റെ മകൻ, ആ കൊച്ചിന് മകൻ അന്ന് 12-13 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടിയെയും ഇവരെന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. അങ്ങനെ ഇപ്പോ അവിടെ ഇത്തിരി ശാന്തമാണ്. എന്നാലും ശ്രീലങ്കയിലെ തമിഴ് വംശജരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഓക്കെ, അപ്പോൾ ശ്രീലങ്കയിൽ ഇന്ത്യൻ സേന നടത്തിയ, അതായത് അവിടുത്തെ തമിഴരെ ഒതുക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പവൻ. അവിടെ ഇന്ത്യൻ സേന എന്തിനു പോയി എന്ന് ചോദിച്ചാൽ അവിടുത്തെ സർക്കാർ തന്നെ ഇന്ത്യയോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് സേന വേണം തമിഴന്മാരെ ഒതുക്കാൻ വേണ്ടി. രാജീവ് ഗാന്ധി കാണിച്ചൊരു മണ്ടത്തരം എന്ന് പലരും പിന്നെ പറയുന്നുണ്ട്. എന്നാലും നമ്മളത് വിട്ടുകൊടുത്തു സേനയെ. അതാണ് ഓപ്പറേഷൻ പവൻ. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ്? പൊക്രാൻ നമ്മൾ ആൾറെഡി പറഞ്ഞേ. അടുത്ത് ലാസ്റ്റിൽ പറയുന്നത് എന്താണ്? ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞാൽ 1980 കേട്ടോ, 1980 പഞ്ചാബിലെ സിഖുകാർ ഒരു ആവശ്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. മറ്റൊന്നുമല്ല, അവരുടെ ആവശ്യം പഞ്ചാബ് എന്ന രാജ്യത്തെ ഇന്ത്യയിൽ നിന്നും കട്ട് ചെയ്ത് മറ്റൊരു രാജ്യമാക്കി മാറ്റണം. അതിന് അവര് ആ രാജ്യത്തിന് പേരിട്ടു. അതിന്റെ പേര് ഖാലിസ്ഥാൻ എന്നാണ്. ഖാലിസ്ഥാൻ എന്താണ്? പഞ്ചാബ് എന്ന സംസ്ഥാനം ഇന്ത്യയുടെ നെല്ലറ എന്നൊക്കെ പറയാം, അല്ലെ? ധാന്യപുര, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ്. ഈ പഞ്ചാബിനെ മറ്റൊരു രാജ്യമായി മാറ്റണം. എന്നിട്ട് മാറ്റുന്നതിന് മുമ്പ് തന്നെ അവർ പേരിട്ടു, ഖാലിസ്ഥാൻ എന്ന ഒരു രാജ്യമാക്കി മാറ്റണം. ഇന്ത്യ ഗവൺമെന്റിനെ സമ്മതിക്കാൻ പറ്റുമോ?
ഒരു രാജ്യമാണ് അവർ ആവശ്യപ്പെടുന്നത്. അല്ലാതെ പഞ്ചാബിനെ രണ്ടായിട്ട് വെട്ടിമുറിച്ച് 2 സ്റ്റേറ്റ് വേണമെന്നല്ല പറയുന്നത്. പഞ്ചാബിനെ ഒരു രാജ്യമാക്കി മാറ്റണം, ഖാലിസ്ഥാൻ എന്ന രാജ്യം. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ആ സമയത്തും പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആയിരുന്നു. 80കളിൽ തുടങ്ങിയതാണ്. അങ്ങനെ ഈ ഖാലിസ്ഥാൻ എന്ന് പറയുന്ന സംഘടന സംഘടനയായി മാറുന്നു, രാജ്യത്തിന് വേണ്ടി. ഈ സംഘടനയ്ക്കൊരു നേതാവ് ഉണ്ടായിരുന്നു, ഭിന്ദ്രൻവാല എന്നാണ് ആ ഭീകര സംഘടനയുടെ നേതാവിന്റെ പേര്. ആവശ്യം എന്താണ്? ഒരു പുതിയ രാജ്യം പഞ്ചാബ്, അല്ലെ, ഖാലിസ്ഥാൻ എന്ന പേരില്. സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തീവ്രവാദ സംഘടനകൾ ഉണ്ടാകുന്നു. നേതാവ് ഭിന്ദ്രൻവാലയാണ്. ഈ ഭിന്ദ്രൻവാലയുടെ പരിപാടി എന്തെന്നറിയാമോ? ഈ സിഖ് മതത്തിന് പഞ്ചാബില് ഒരു സുവർണ ക്ഷേത്രമുണ്ട്, ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയും. അവരുടെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് പഞ്ചാബിലെ സുവർണ ക്ഷേത്രം. ഇതിനകത്താണ് ഈ ഭിന്ദ്രൻവാല ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സ്ഥലം. ചെയ്യുന്നത് എന്തെന്നറിയാമോ? സ്കൂൾ ബസ് ഉണ്ടല്ലോ, സ്കൂൾ ബസ്സിൽ എന്ത് ചെയ്യുക? ബോംബ് വയ്ക്കുക. എന്നിട്ട് സ്കൂൾ ബസ് കുട്ടികളെയും കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പൊട്ടിത്തെറിക്കുക. ഏതെങ്കിലും ഷോപ്പുകളിൽ, കടകളിൽ കൊണ്ടുവന്ന് ബോംബ് വയ്ക്കുക. അല്ലാതെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ബോംബ് വയ്ക്കുക. ആളുകളെ വെടിവെച്ച് കൊല്ലുക. ഒരു നിവർത്തിയുമില്ല. അങ്ങനെ വന്നപ്പോൾ 1984 ഇന്ദിരാഗാന്ധി ഒരു തീരുമാനം എടുക്കുന്നു. തീരുമാനം മറ്റൊന്നുമല്ല, സുവർണ ക്ഷേത്രത്തിനകത്ത് പട്ടാളത്തെ നിയോഗിച്ച്, സേനയെ നിയോഗിച്ച്, അതിനകത്തുള്ള ഭിന്ദ്രൻവാല ഉൾപ്പെടെയുള്ള ആളുകളെ പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുക, അല്ലെ? ആ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ. അത് 1984 അങ്ങനെ ഇന്ത്യൻ സേന ഈ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുകയും അതികഠിനമായിട്ടുള്ള യുദ്ധങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെ കുറേ സൈനികരെ നമുക്ക് നഷ്ടപ്പെട്ടു. ഭിന്ദ്രൻവാല ഉൾപ്പെടെയുള്ളവരെ എന്ത് ചെയ്യുകയും ചെയ്തു? വധിക്കുകയും ചെയ്തു. കുറച്ചുപേരെ തടവുകാരായിട്ട് പിടിക്കുകയും ചെയ്തു. ഈ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. പക്ഷേ അതിന് ഇന്ത്യ പകരം കൊടുക്കേണ്ടി വന്നത് ഇന്ദിരാഗാന്ധിയുടെ ജീവനായിരുന്നു. കാരണം എന്താണ്? സേന ആ അമ്പലത്തിനകത്ത് കയറിയപ്പോൾ, സുവർണ ക്ഷേത്രത്തിൽ കയറിയപ്പോൾ, ക്ഷേത്രം എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ടും മറ്റ് വിഭാഗങ്ങളിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ ഈ ഭടന്മാരെന്ന് പറയുന്നത്, സൈനികരെന്ന് പറയുമ്പോൾ. അപ്പോൾ അവരുടെ ക്ഷേത്രം അശുദ്ധമായി എന്നും ആ ക്ഷേത്രം അശുദ്ധമാകാൻ കാരണക്കാരിയായ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ ഇവർ ടാർഗറ്റ് ചെയ്തു, അല്ലെ? ഈ സിഖുകാർ ഭിന്ദ്രൻവാലയൊക്കെ മരിക്കുന്നു കേട്ടോ, കൊല്ലുന്നു. പക്ഷെ ബാക്കി വന്ന സിഖുകാർ, എല്ലാ സിഖുകാർക്കും താല്പര്യമില്ല ഇവർക്ക് വേറെ രാജ്യം വേണമെന്ന്. പക്ഷെ ന്യൂനപക്ഷം വരുന്ന കുറച്ച് സിഖുകാർക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകരായ 2 പേരാണ് ഇന്ദിരാഗാന്ധിയെ 1984 ഒക്ടോബർ മാസം 31 സ്വവസതിയിൽ നിന്ന് ഓഫീസിലേക്ക് വരുന്ന ആ സമയത്ത് വെടിവെച്ച് കൊന്നുകളഞ്ഞു. മനസ്സിലായല്ലോ? ഇതാണ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. ഈ അടുത്ത കാലത്തായിട്ട് 2024 മുതൽ വീണ്ടും ഈ പഞ്ചാബിന് സ്വന്തമായി രാജ്യം വേണം എന്നുള്ള ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് ചുക്കാൻ പിടിക്കുന്നത് ഇപ്പൊ ഇവിടെ ഇരുന്നിട്ടല്ല, കാനഡയിൽ ഇരുന്നിട്ടാണ്. അവിടെ കാനഡയിൽ ധാരാളം സിഖുകാരുണ്ട്. അവിടെ ചില തീവ്രവാദ സംഘടനകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഭാവിയിൽ എന്താകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് മനസ്സിലായി കാണും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത് മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം. ആൾ ദി ബെസ്റ്റ്.